നമസ്കാരം. A+ വിന്നേഴ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ശാസ്ത്രം എന്നും കൗതുകം നിറഞ്ഞതാണ്. അങ്ങനെയൊരു കഥയാണ് ഇന്നിവിടെ പറയുന്നത്. വില്യം റോൺജൻ, ഫിസിക്സിൽ നൊബേൽ സമ്മാനം നേടിയ ആദ്യ ശാസ്ത്രജ്ഞൻ, അതും എക്സ്റേയുടെ കണ്ടുപിടുത്തത്തിന്. എക്സ്റേ എന്നാൽ അജ്ഞാത വികിരണം. 1895 ജർമ്മനിയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ കഥ നടക്കുന്നത്. ഇരുൾ നിറഞ്ഞ തൻ്റെ പരീക്ഷണശാലയുടെ ഒരു വശത്ത് സർ വില്യം റോൺജൻ ഒരു തിളക്കം കണ്ടു. വാക്വം ട്യൂബിലൂടെ ഇൻഡക്ഷൻ കോയിൽ ഉപയോഗിച്ച് വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ഗതിവിഗതികൾ പഠിക്കുകയായിരുന്നു അദ്ദേഹം. ഇത് കണ്ട അദ്ദേഹം അത്ഭുതം കൂറി. ഈ വികിരണം എവിടെ നിന്ന്? ഗ്ലാസ് ട്യൂബ് കറുത്ത തുണി കൊണ്ട് മൂടിയിരുന്നു എങ്കിലും അതിനെയും കടന്ന് ചില തരംഗങ്ങൾ പുറത്തു വന്നതായിരിക്കാം കാരണമെന്ന് അദ്ദേഹം അനുമാനിച്ചു. ഉറപ്പിക്കാനായി അദ്ദേഹം തൻ്റെ കൈ അതിന് പ്രതിരോധമായി വെച്ചു. അത്ഭുതം കൊണ്ട് അദ്ദേഹം ബോധം കെട്ടില്ല എന്നേ ഉള്ളൂ. കൈയുടെ മൊത്തത്തിലുള്ള നിഴലിനു പകരം ചുമരിൽ തെളിഞ്ഞത് കൈയിലെ എല്ലുകളുടെ ഇരുണ്ട നിഴൽ ചിത്രമായിരുന്നു. തൻ്റെ ഭാര്യയെയും ഇത് കാണാനായി അദ്ദേഹം ക്ഷണിച്ചു. രണ്ടുപേരും അതിശയം കൂറി. എന്താണിതെന്ന് പരസ്പരം ചോദിച്ചു. ഇതെന്തോ അദൃശ്യമായ വികിരണമായിരിക്കും എന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു കൊടുത്തു. അറിഞ്ഞുകൂടാത്ത എന്തിനും എക്സ് എന്ന് വിളിക്കുന്ന അലിഖിത ശാസ്ത്രനിയമം അനുസരിച്ച് അതിനെ എക്സ് വികിരണങ്ങൾ, എക്സ് റേസ് എന്ന് വിളിക്കാമെന്ന് അവർ തീരുമാനിച്ചു. അതിനുശേഷം അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്ന് അത് വെളിച്ചം പതിയുന്ന സ്ഥലത്ത് വെച്ചു. ബർത്തയോട് അവരുടെ കൈ അതിനു മുകളിൽ വയ്ക്കുവാൻ പറഞ്ഞു. അങ്ങനെ ലോകത്തെ ആദ്യത്തെ എക്സ്റേ ചിത്രം ആ പരീക്ഷണശാലയിൽ പിറവിയെടുത്തു. ബർത്തയുടെ കൈ അസ്ഥികളുടെ ഇരുളും വെളിച്ചവും ഇടകലർന്ന ഒരു നിഴൽ ചിത്രം. തൻ്റെ കൈ അസ്ഥികൾ കണ്ട ബർത്ത താൻ മരണത്തെ നേരിൽ കണ്ട നിമിഷമാണിതെന്ന് പറഞ്ഞതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നീട് 1 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ലോകത്തെ ആദ്യ എക്സ്റേ ഡിപ്പാർട്ട്മെൻറ്റ് ഗ്ലാസ്ഗോയിൽ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ആ അത്ഭുത വികിരണങ്ങൾക്ക് എക്സ് എന്നത് മാറ്റി അദ്ദേഹത്തിൻ്റെ പേര് നൽകണമെന്ന് ശാസ്ത്രലോകം റോൺജനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു. എന്നാൽ അദ്ദേഹം വിനീതനായി ഈ ആവശ്യം നിരസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാടൊക്കെ അറിയാമെങ്കിലും ഒന്നും അറിയാത്തവരുടെ കൂട്ടത്തിൽ അതിപ്പോഴും എക്സ് റേ ആയി തന്നെ തുടരുകയാണ്. 1901 ഭൗതിക ശാസ്ത്രത്തിനുള്ള ആദ്യത്തെ നൊബേൽ സമ്മാനം ഈ അജ്ഞാത വികിരണങ്ങൾ കണ്ടെത്തിയതിന് റോൺജന് ലഭിക്കുകയും ചെയ്തു. മാത്രമല്ല, പിന്നീട് അങ്ങോട്ട് ഈ അജ്ഞാതൻ തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ വളർച്ചയുടെ നാഴികക്കല്ലായി മാറിയത്. എക്സ്റേ ഇല്ലാത്ത വൈദ്യശാസ്ത്രത്തിന് ഒരു ലോകം ചിന്തിക്കുവാൻ കൂടി കഴിയുകയില്ല. കൃത്യമായ രോഗനിർണയത്തിനും രോഗങ്ങളുടെ ചികിത്സയ്ക്കും എക്സ്റേ ഉപയോഗിക്കുന്നു. ഇന്നിപ്പോൾ അത് വളർന്ന മാറ്റങ്ങളുടെ കണ്ടുപിടുത്തത്തിൻ്റെ ഏറെ മുൻപന്തിയിൽ നിൽക്കുന്നു. നിരവധി കാര്യങ്ങൾക്ക് എക്സ്റേയെ ആധുനിക വൈദ്യശാസ്ത്രം ഉപയോഗിക്കുന്നു. എയർപോർട്ടുകളിൽ ലഗേജ് സ്കാൻ ചെയ്യുന്നതിനും പഴയകാല പെയിൻറ്റിങ്ങുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിനും ഒക്കെ എക്സ്റേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മുടെ ആധുനിക കാലഘട്ടത്തിൽ മറക്കാനാകാത്ത ഒരു കണ്ടുപിടുത്തമായി ഇന്നും ആ അജ്ഞാത വികിരണം എക്സ്റേ നിലനിൽക്കുന്നു. ശാസ്ത്ര സംബന്ധിയായ കൂടുതൽ വീഡിയോകൾക്കായി A+ വിന്നേഴ്സ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോകൾ ഇടുമ്പോൾ തന്നെ ലഭിക്കുവാനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.